2024 ജനുവരി ആദ്യ ആഴ്ചയിലെ പ്രധാന സംഭവങ്ങൾ. 2024 പുതുവർഷം ആദ്യമെത്തിയത് മധ്യ പസഫിക് രാഷ്ട്രമായ കിരിബാത്തിയിലാണ്. 2024 പുതുവർഷം അവസാനമെത്തിയത് അമേരിക്കൻ ദ്വീപുകളായ സമോവ, ബേക്കർ ഐലൻഡ്സ് എന്നിവിടങ്ങളിലാണ്. പുതുവത്സര ദിനത്തിൽ PSLVക്ക് 60ാം വിക്ഷേപണം. 1993 ആദ്യ വിക്ഷേപണം. 33 വർഷത്തിന് ശേഷം പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ ശലഭത്തിന് മേഘമല വെള്ളിവരയൻ എന്ന പേര് നൽകി. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നീതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ ആയിരുന്ന അരവിന്ദ് പനഗരിയയെ നിയമിച്ചു. ഓൺലൈനായി അപേക്ഷിച്ചാൽ തദ്ദേശ സേവനം വേഗത്തിൽ കിട്ടുന്ന K-സ്മാർട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം നിലവിൽ വന്നു. ബഹിരാകാശത്തെ എക്സ്-റേ കിരണങ്ങളുടെ പഠനത്തിനായുള്ള ISROയുടെ എക്സ്പോസാറ്റ് വിക്ഷേപണം വൻ വിജയമായി. നാസ മാത്രമാണ് ഇതിനു മുമ്പ് ഇത്തരമൊരു ദൗത്യം നടത്തിയത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് നടക്കുന്നു. കൊല്ലത്ത് 4ാം തവണ. ആദ്യ കലോത്സവം 1957. P. വത്സലയുടെ ശ്രദ്ധേയമായ നെല്ല് എന്ന നോവലിലെ കഥാപാത്രമായ കുറുമാട്ടി രാഗിണി ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി. 5 രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബ്രിക്സ് സംഘടന വിപുലീകരിച്ചു. ഇതോടെ അംഗങ്ങളുടെ എണ്ണം 10 ആയി. UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ എന്നിവയാണ് പുതിയ അംഗങ്ങൾ. ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ തീർന്ന അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. ദക്ഷിണാഫ്രിക്കയെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റിലെ സാങ്കല്പിക ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 സെപ്റ്റംബർ 2 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 5 വർഷമാണ് കാലാവധി. നിഖർ ഷാജിയാണ് പദ്ധതിയുടെ ഡയറക്ടർ. അറബിക്കടലിൽ വച്ച് ചരക്ക് കപ്പലായ MV ലീല നോർഫോക്ക് റാഞ്ചാനുള്ള ശ്രമം ഇന്ത്യൻ നാവിക കമാൻഡോ ഓപ്പറേഷനിലൂടെ പരാജയപ്പെടുത്തി. INS ചെന്നൈ എന്ന യുദ്ധക്കപ്പലിലൂടെയാണ് ഓപ്പറേഷൻ സാധ്യമായത്. മുകേഷ് അംബാനിയെ മറികടന്ന് ഗൗതം അദാനി ഇന്ത്യയിലെ ഏറ്റവും ധനികൻ എന്ന പദവിക്ക് അർഹനായി. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ അടക്കമുള്ള കൃതികളുടെ വിവർത്തനത്തിലൂടെ മലയാള സാഹിത്യത്തെ ജപ്പാന് പരിചയപ്പെടുത്തിയ എഴുത്തുകാരി തക്കാക്കോ തോമസ് അന്തരിച്ചു. ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപാദന ശേഷി കൈവരിച്ച് ISRO. PSLV 58 നടത്തിയ ഹ്രസ്വ പരീക്ഷണത്തിലാണ് 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. ഫ്യുവൽ സെൽ പവർ സിസ്റ്റം പരീക്ഷണമാണ് വിജയം കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.